ഇന്നത്തെ ഈയൊരു ആഴത്തിലുള്ള ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് നമ്മുടെ കയ്യിലുള്ള ഈ ചില ചിന്തകളെ അടിസ്ഥാനമാക്കിയിട്ട്, അതായത് സമൂഹം എന്തു വിചാരിക്കും എന്നതിനേക്കാൾ നമുക്കെന്താണ് ശരി അല്ലെങ്കിൽ പ്രധാനമെന്ന് തോന്നുന്നത്, അതിലെങ്ങനെ ഉറച്ചു നിൽക്കാം എന്നതിനെക്കുറിച്ചാണ്. ശരിയാണ്. ഇതൊരു എളുപ്പമുള്ള കാര്യമല്ലെന്ന് ഈ എഴുത്തുകൾ തന്നെ പറയുന്നുണ്ടല്ലേ. പക്ഷേ മഹത്വവും ഒരു സാധാരണ ജീവിതവും തമ്മിലുള്ള വ്യത്യാസം ഒരുപക്ഷെ ഇതുതന്നെയാണ് എന്നും പറയുന്നു. അതെ അതെ. പലപ്പോഴും മറ്റുള്ളവരെന്തു വിചാരിക്കും എന്നൊരു പേടി, അതാണ് നമ്മുടെ ചിന്തകളെയും പിന്നെ നമ്മുടെ പ്രവൃത്തികളെയും ഒക്കെ നിയന്ത്രിക്കുന്നത്. ഉം, അപ്പോ ഈ ഒരു ഭയത്തെ എങ്ങനെ മറികടക്കാം? അതാണ് ചോദ്യം. ചുറ്റും പല അഭിപ്രായങ്ങളുള്ളപ്പോഴും എങ്ങനെ നമ്മുടെ സ്വന്തം വഴിയിൽ ആ ഒരു വ്യക്തിത്വം നിലനിർത്താം? അതെ. നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമ്മുടെ ചിന്തകളുമായിട്ട് മുന്നോട്ടു പോകാൻ ഒരുപക്ഷെ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇല്ല. പക്ഷേ ആ ഒരു പരീക്ഷണം വരുന്നത് ആൾക്കൂട്ടത്തിലെത്തുമ്പോഴാണ്. അവിടെയാണ് എന്താ പറയാ ആ ഒരു ബുദ്ധിമുട്ട്. അതെ, അവിടെയാണ് ശരിക്കുള്ള വെല്ലുവിളി. നമ്മൾ വായിച്ചതിൽ ഒരു പ്രധാന വാചകമുണ്ടല്ലോ, ആൾക്കൂട്ടത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ഏകാന്തതയുടെ ആ ഒരു സ്വാതന്ത്ര്യം. ഭയങ്കര മധുരമായിട്ട് സൂക്ഷിക്കാൻ പറ്റുന്ന ആളാണ് യഥാർത്ഥത്തിൽ മഹാൻ എന്ന്. ഇതെങ്ങനെയാണ് പ്രാവർത്തികമാക്കാൻ പറ്റുക? അതിലേക്കുള്ള ഒരു സൂചനയും ഇതിലുണ്ട്. പ്രധാനമായിട്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കാലഹരണപ്പെട്ടതോ അല്ലെങ്കിൽ നമുക്ക് ഒട്ടും യോജിപ്പില്ലാത്തതോ ആയ ചിന്തകളോടും രീതികളോടും ഒത്തുപോകാൻ ശ്രമിക്കുന്നത്. അതിനെയാണല്ലോ ഈ അനുരൂപീകരണം, കൺഫോമിറ്റി എന്നൊക്കെ പറയുന്നത്. കൺഫോമിറ്റി. അതെ, അത് നമ്മുടെ ഒരു വിലപ്പെട്ട ഊർജ്ജം ഉണ്ടല്ലോ, അത് ചുമ്മാ കളയൂന്നാണ് പറയുന്നത്. നമ്മുടെ സമയവും പോകും, നമ്മുടെ വ്യക്തിത്വത്തിന്റെ ആ ഒരു തെളിച്ചവും നഷ്ടപ്പെടും. പോലെ ആവുന്നതിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. അതായത് എന്താ പറയാ, സ്വന്തമായിട്ട് ആലോചിക്കാതെ മറ്റുള്ളവർ ചെയ്യുന്നു അതുകൊണ്ട് ഞാനും ചെയ്യുന്നു എന്ന മട്ടിൽ പോകുന്നത്. ഇത് നമ്മുടെ ഒരു തനിമയെ കുറയ്ക്കുമെന്നും ഊർജം വെറുതെ കളയുമെന്നും പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. തീർച്ചയായും. ഈ അനുരൂപീകരണത്തെ ഒരു കണ്ണുകെട്ടിക്കളി പോലെയാണ് ഈ ചിന്തകളിൽ ഉപമിക്കുന്നത്. ബ്ലൈൻഡ് മാൻസ് ബഫ്. ശരി. അതായത് നമ്മൾ സ്വന്തം കണ്ണ് ഒരു തൂവാല വെച്ച് കെട്ടിയിട്ട് ചിന്തിക്കാതെ ഏതെങ്കിലും ഒരു ചിന്താഗതിയെയോ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയോ അങ്ങ് അന്ധമായി പിന്തുടരുന്നത് പോലെ. ഇത് വ്യക്തികളെ ചില കാര്യങ്ങളിൽ മാത്രമല്ല, അടിസ്ഥാനപരമായിട്ട് അവരുടെ എല്ലാ നിലപാടുകളിലും ഒരു ആത്മാർത്ഥത ഇല്ലാത്തവരാക്കും എന്നുകൂടി പറയുന്നുണ്ട്. ഫോൾസ് ഇൻ ഓൾ പർട്ടിക്കുലേഴ്സ് എന്നൊരു പ്രയോഗം അതിലുണ്ട്. അതായത് അവരുടെ ഓരോ കാര്യവും പൂർണ്ണമല്ലാത്തതായിട്ട് ഒരു കാപട്യം കലർന്നതായി മാറും. ഇത് വളരെ രസകരമായൊരു ചിന്തയാണ് കേട്ടോ. അതിനോട് ചേർത്ത് വായിക്കാവുന്ന വേറൊരു നിരീക്ഷണം അതിൽ പറയുന്നത്, നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന് എനിക്കറിയാമെങ്കിൽ നിങ്ങളെ വാദങ്ങൾ എനിക്ക് നേരത്തെ പറയാൻ പറ്റും എന്നതാണ്. അതെ അതെ. ആളുകൾ പലപ്പോഴും സ്വന്തമായിട്ട് ചിന്തിക്കുന്നതിന് പകരം എന്താ പറയുക, അവർ ഉൾപ്പെടുന്ന ഗ്രൂപ്പിന്റെ അംഗീകൃതമായ ആ നിലപാടുകളെ അത് അതേപടി ഏറ്റുപറയാണ് ചെയ്യുന്നത്. ശരിയാണ്. ഇത് വ്യക്തികളിൽ മാത്രമല്ല, സ്ഥാപനങ്ങളുടെ കാര്യത്തിലും ഇത് കാണാൻ പറ്റും. ഇപ്പൊ ഒരു പള്ളിയിലെ പുരോഹിതനോ അല്ലെങ്കിൽ വലിയൊരു ചാരിറ്റി നടത്തുന്ന ആളോ അവരൊക്കെ സംസാരിക്കുന്നത് ശ്രദ്ധിച്ചാൽ അറിയാം, പലപ്പോഴും അവർ ആ ഒരു സ്ഥാനത്തിരുന്ന് പറയാൻ അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പറയൂ. ശരിയാണ്. ഒരു ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് അതെ, ഒരു വ്യക്തി എന്ന നിലയിലുള്ള അവരുടെ തനതായ ചിന്തകൾ, ഒരുപക്ഷെ അതിന് വിപരീതമായ ചിന്തകൾ ഉണ്ടാവാം, അതൊന്നും അവിടെ പ്രകടമാവില്ല. അവരെ ഒരു വാടകയ്ക്കെടുത്ത വക്കീലിനോടാണ് ഉപമിക്കുന്നത്. കക്ഷിയുടെ നിലപാട് വാദിക്കുക, അതാണ് പ്രധാനം, സ്വന്തം ബോധ്യം എന്താണെന്നുള്ളതല്ല. അപ്പോ ഈയൊരു കെട്ടുപാടുകളിൽ നിന്നൊക്കെ പുറത്തുവരാൻ എന്താണ് ഒരു വഴി? നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വം ശരിക്കും തിളങ്ങണമെങ്കിൽ ഈ പുറമേന്നുള്ള സമ്മർദ്ദങ്ങളെയും അനുകരണങ്ങളെയും ഒക്കെ മറികടന്നേ പറ്റൂ എന്ന് ഈ ചിന്തകൾ പറയുന്നുണ്ട്. നിങ്ങളുടെ ജോലി ചെയ്യുക, അപ്പോൾ ഞാൻ നിങ്ങളെ അറിയും. നിങ്ങളുടെ ജോലി ചെയ്യുക, അപ്പോൾ നിങ്ങൾ സ്വയം ശക്തിപ്പെടും എന്നൊരു ആഹ്വാനം അതിലുണ്ട്. അത് ഭയങ്കര ശക്തമായിട്ട് തോന്നി. അതെ. നമ്മുടെ തനതായ പ്രവൃത്തികളിലൂടെയാണ് നമ്മുടെ ശരിക്കുള്ള മൂല്യം തിരിച്ചറിയുന്നത്, അല്ലാതെ മറ്റുള്ളവരെ നോക്കി ചെയ്യുന്നതിലൂടെയല്ല. നമ്മുടെ ഉള്ളിലെ ആഴത്തിലുള്ള ബോധ്യങ്ങളിൽ നിന്നും തത്വങ്ങളിൽ നിന്നും വരുന്നതായിരിക്കണം. അല്ലാതെ വെറും പുറമോടുകളോടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പേടിച്ചിട്ടോ ചെയ്യുന്നതാവരുത്. ശരിയാണ്. സ്വന്തം വഴിയിൽ അങ്ങനെ ഉറച്ചു നിൽക്കുമ്പോഴാണ് ശരിക്കുള്ളൊരു ആന്തരിക ശക്തിയും സംതൃപ്തിയും ഒക്കെ കിട്ടുന്നത്. അപ്പോ ഈ ചർച്ചയിൽ നിന്ന് നമുക്ക് പ്രധാനമായിട്ട് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്?
ചുരുക്കി പറഞ്ഞാൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ പേടിച്ച് നമ്മുടെ സ്വന്തം മൂല്യങ്ങളിലും ചിന്തകളിലുമൊക്കെ വിട്ടുവീഴ്ച ചെയ്യുന്നത് അത് നമ്മുടെ സാധ്യതകളെ ചുരുക്കുമെന്നും നമ്മുടെ വ്യക്തിത്വത്തെ ദുർബലമാക്കുമെന്നും ഈ രചനകൾ അടിവരയിട്ട് പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനം നമ്മുടെ പ്രവർത്തനങ്ങൾ അത് ശരിക്കും നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ബോധ്യങ്ങൾ കൊണ്ടാണോ അതോ സമൂഹത്തിന്റെ സമ്മർദ്ദം കൊണ്ടാണോ എന്ന് നമ്മൾ തന്നെ ഒന്ന് സ്വയം ചോദിക്കണം. ആദ്യത്തേതാണ് ശരിക്കുമുള്ള സ്വാതന്ത്ര്യത്തിലേക്കും ആ ഒരു ശക്തിയിലേക്കുമൊക്കെ നയിക്കുന്നത്. നല്ല ചോദ്യമാണ്. അപ്പോ ഈ ഒരു വിശകലനം നമുക്കിവിടെ നിർത്താം. പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി ഒരു ചോദ്യം തരാം. എപ്പോഴെങ്കിലും മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നൊരു പേടി കാരണം നിങ്ങളുടെ മനസ്സിൽ വന്ന ഒരു നല്ല ചിന്തയോ അല്ലെങ്കിൽ എടുക്കാൻ ആഗ്രഹിച്ചൊരു നിലപാടോ നിങ്ങളെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടോ? നല്ല ചോദ്യമാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു തീരുമാനം ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തിപരമായ വളർച്ചയെ അല്ലെങ്കിൽ നിങ്ങളുടെ സാധ്യതകളെ എങ്ങനെയായിരിക്കാം ബാധിച്ചിട്ടുണ്ടാവുക? ഇതൊന്ന് ആലോചിച്ചു നോക്കൂ.